നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ണിമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വന്നൊരു കമന്റ് ഞാൻ വായിക്കാം. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും എന്ന് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പെണ്ണുപുള്ള ഇട്ട മെസ്സേജാണ്. അവരെ എന്താ അല്ലേ, ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ പറ്റിയാണ് ഈ അമ്മച്ചി കമൻ്റ് ഇട്ടത്. ഈ അമ്മച്ചി വയസ്സാം കാലത്ത് വടിയും കുത്തിപ്പിടിച്ച് നിൽക്കേണ്ട സമയത്താണ് ഈ ഒരു കമൻ്റ് ഇട്ട് കൊടുത്തത്. അപ്പം അനാമിക പറയുന്നത് വാക്യം കൂടി ഒന്ന് കേട്ടു നോക്കിട്ടോ. ഇപ്പൊ ഈ വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്ക് ഒത്തിരി പേര് വന്നിട്ട് പറയുമായിരിക്കും, അയ്യോ എന്തോ അഹങ്കാരം ഈ കൊച്ചിന്, അഹങ്കാരം തലയ്ക്ക് പിടിച്ചേക്കുവാണ് എന്നൊക്കെ പറയുന്നവർ പറഞ്ഞു. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളുണ്ട്, ആ ജനിച്ച കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം അഹങ്കാരമാണ് അതെന്ന് പറഞ്ഞ് കമന്റ് ഇടാൻ. ശിവനെന്ന് പറയുന്ന ആന്റി, എന്റെ പുന്നാര ആന്റി, ആരാണ് പിഴച്ചതെന്ന് നീ ഈ കമന്റ് ഇട്ടപ്പോ തന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. നിന്റെ കൂടെ ഭർത്താവോ മക്കളോ ഇല്ലാത്തതിന്റെ അത് തന്നെയാണ് ഞാനിപ്പോ അന്തസ്സായിട്ട് എന്റെ അനാമിക പറഞ്ഞത് ശരിയാണ്. ചേച്ചിക്ക് അസൂയ കൊണ്ടാണ്, ചേച്ചിക്ക് ആരും ഇല്ലാഞ്ഞിട്ടുള്ളൊരു അസൂയയാണ്. അനാമിക നല്ല രീതിക്ക് ആൻറ്റീന്നൊക്കെ വിളിച്ചുകൊണ്ട് നല്ല രീതിക്കാണ് മറുപടി കൊടുക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആ ചേച്ചി അവളെക്കാളും കൂടുതൽ പ്രായം ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ബഹുമാനം അവൾ കൊടുത്തത്. അവൾ പറയുന്ന ബാക്കി കേട്ടോ കേട്ടോ മനസ്സിലായി. പക്ഷേ ഇത് നിന്റെ ലാസ്റ്റിലത്തെ വാണിഞ്ഞ ഒരു വട്ടവും കൂടെ ഇമാതിരി വൃത്തികെട്ട രീതിയിലുള്ള കമന്റ് എന്റെ കൊച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് പ്രതികരിച്ചാൽ പൊന്നുമോളെ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ ഞാനൊരു പരാതി അങ്ങ് കൊടുക്കും. പിന്നെ നീ അകത്ത് പോയി കിടക്കും. നിനക്ക് ആ വക പറഞ്ഞുകൂടാത്തോണ്ട പറയാനുള്ള കേസ് ഇപ്പം തന്നെ കൊടുക്കണം എന്നാണ്. ഇങ്ങനെ ചെയ്യണവർക്കൊന്നും ഒരു മാപ്പും കൊടുക്കരുത്. ഞാൻ അടുത്തതിനെന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കരുത്. അത് ഇപ്പം തന്നെ കൊടുക്കണം കേസ്. കുഞ്ഞിന്റെ പേരിലല്ലേ പറഞ്ഞത്. ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഒരിക്കലും വെറുതെ വിടരുത്. പിന്നെ സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടി എന്ത് വേണോ ചെയ്യും. കാരണം ഇച്ചിരി പോകുന്ന കൊച്ചിരിയാണ് നീ ഇമാതിരി ഭാഷ ഉപയോഗിച്ച് പറഞ്ഞേക്കുന്നേ. എന്നിട്ട് അത് തെറ്റാന്ന് മാളു ദേവു ലത എന്ന് പറയുന്നവരെല്ലാരും വന്ന് അതിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവള് മാളു ദേവു എന്ന് പറയുന്ന ആൾക്ക് ചീത്ത വിളിച്ചേക്കുന്നത്. എടി കുറച്ചെങ്കിലും നിനക്ക് ഉളുപ്പുണ്ടോടി, നിനക്ക് മക്കളില്ലാത്തോണ്ട് ഉള്ള കുശുമ്പും. ഈ അമ്മച്ചിക്ക് വയസ്സാം കാലത്തുള്ളൊരു ചന്നിപ്പിരാന്തുണ്ട്, അതായിരിക്കും. സ്വന്തം കുഞ്ഞിനെ പറയുമ്പോൾ ആർക്കായാലും പൊള്ളൂലേ. ഇവള് പ്രായമുള്ള സ്ത്രീയല്ലേ എന്ന് വിചാരിച്ച് ഒരുപാട് ക്ഷമിച്ചുകൊണ്ടാണ് ഇവള് പറയുന്നത്. കുഞ്ഞിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അപ്പിട്ട് കൊടുക്കണം പണി. നമ്മളിങ്ങനെ നോക്കി നിൽക്കരുത്. ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അതെ, അപ്പം ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നതാണ് എൻ്റെ ചോരയിലുള്ള എൻ്റെ കൊച്ച്. ആ കൊച്ചിനെ ഇമാതിരി സംസാരിക്കുമ്പം ഇത്രയൊക്കെ മര്യാദയെ ഞാൻ തന്നു, ഇത്രയെങ്കിലും മര്യാദ ഞാൻ തന്നു. ഇതിനപ്പുറം എനിക്ക് പറയാറുണ്ട്. ഇനി ആന്റീന്നോ അവരെന്നോ ഇവരെന്നോ ഒന്നും അല്ല വിളിക്കേണ്ടത്, വേറെ ഭാഷയാണ് വിളിക്കേണ്ടത്. പക്ഷെ നീ എൻ്റെ ഒത്തിരി പ്രായത്തിന് മൂത്തതായതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. അപ്പം ഇത്രയും തരം താഴ്ന്ന് സംസാരിച്ചത് നീ ഒറ്റ ഒരുത്തിക്ക് വേണ്ടിയാണ്. റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഈ ഒരു പന്ന സ്ത്രീക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവരുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ചേച്ചിയുടെ ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഇത് കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കല്ലേ ഇതൊരു വില്ലത്തിയാണെന്ന്. ഇവളായതുകൊണ്ട് ആൻറ്റീന്നൊക്കെ വിളിച്ച് നല്ല രീതിക്ക് മറുപടി കൊടുക്കണം.